നമസ്കാരം. ഭാരതം വികസനത്തിന്റെ ചിറകിലേറി കുതിക്കുമ്പോൾ കാലഘട്ടത്തിന് ഒട്ടും യോജിക്കാത്ത സങ്കുചിത ചിന്താഗതികളുമായി വീണ്ടും അരങ്ങ് തകർക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. വന്ദേ മാതരം പാടില്ല, ഏകീകൃത സിവിൽ കോഡ് അംഗീകരിക്കില്ല, വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണം. എന്താണിത്? ഇന്ത്യയോ അതോ ഇവരുടെ മാത്രം തറവാടോ? ഇനിയും ഇത് കണ്ടു നിൽക്കാൻ ഇന്ത്യയിലെ ദേശസ്നേഹികളായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരണം ഒരു രാജ്യവിരുദ്ധ നീക്കമായി മാറുന്നു? എന്തുകൊണ്ട് ഇവർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു? വന്ദേ മാതരം എന്നത് വെറും വരികളല്ല, അതൊരു വികാരമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ കോടിക്കണക്കിന് മനുഷ്യരുടെ ചോരയിൽ നനഞ്ഞ ഈ വരികളെ ആരെങ്കിലും എതിർക്കുന്നുണ്ട് എങ്കിൽ അവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളല്ലാതെ മറ്റാരാണ്? മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറയുന്നു അത് ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന്. ഞങ്ങൾ ചോദിക്കുന്നു, ഏതൊരു മതമാണ് രാജ്യത്തെ സ്നേഹിക്കുന്നതിനെ വിലക്കുന്നത്? ഈ മണ്ണിൽ ജനിച്ചു, ഈ മണ്ണിലെ വെള്ളം കുടിച്ചു, ഈ മണ്ണിലെ വായു ശ്വസിച്ച്, ഈ മണ്ണിന്റെ ദേശീയ ഗീതത്തെ വെറുക്കുന്നവരെ എന്ത് വിളിക്കണം? BJP സർക്കാർ സ്കൂളുകളിൽ ഇത് നിർബന്ധമാക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരുടെ ലക്ഷ്യം വളരെയധികം വ്യക്തമാണ്. നമ്മുടെ അടുത്ത തലമുറയിൽ നിന്ന് രാജ്യസ്നേഹം കവർന്നെടുക്കുക. അത് ഞങ്ങൾ അനുവദിക്കില്ല. വന്ദേ മാതരം എന്നത് ഭാരതീയന്റെ അഭിമാനമാണ്. അത് പാടാൻ മടിക്കുന്നവർ തങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന് സ്വയം ചോദിക്കണം. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഏറ്റവും വലിയ പേടി ഏകീകൃത സിവിൽ കോഡാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്രയേറെ ഭയക്കുന്നത്? മറുപടി ലളിതമാണ്. അവർക്ക് വേണ്ടത് തുല്യനീതിയിൽ അധിഷ്ഠിതമായ ഭരണഘടനയല്ല, ഖുർആൻ അനുസരിച്ചുള്ള വ്യക്തി നിയമങ്ങളാണ്. പെൺകുട്ടികൾക്ക് തുല്യ സ്വത്തവകാശം ലഭിച്ചാൽ, മുത്തലാഖ് പോലുള്ള അനാചാരങ്ങൾ ഇല്ലാതായാൽ പിന്നെ എങ്ങനെയാണ് ഇക്കൂട്ടർ സ്ത്രീകളെ അടിമകളാക്കി വെക്കുക? BJP സർക്കാർ രാജ്യത്ത് തുല്യത കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടാനാണ്. മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി ഇക്കൂട്ടർ തടസ്സപ്പെടുത്തുന്നു. ഇതിനെതിരെ മുസ്ലിം സ്ത്രീകൾ തന്നെ ഇന്ന് രംഗത്തെത്തിക്കഴിഞ്ഞു. അവരുടെ മോചനം ഇവർക്ക് അസഹ്യമാണ്. ഏകീകൃത സിവിൽ കോഡ് എന്നത് എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം എന്ന ഭരണഘടനാപരമായ വാഗ്ദാനമാണ്. ഇതിനെ എതിർക്കുന്നവർ ഭരണഘടനയേക്കാൾ മുകളിൽ മതം വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്കാണ് വഖഫ് ഭേദഗതി നിയമം. രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഭൂവുടമ വഖഫ് ബോർഡാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ഭൂമി കിട്ടിയത്? പലതും സാധാരണക്കാരുടെ സ്വത്തുക്കൾ കയ്യേറിയതാണ്. ഇപ്പോൾ സർക്കാർ ഡിജിറ്റൽ യൂണിക് ID കൊണ്ടുവന്നപ്പോൾ ഓരോ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം വ്യക്തമായി. കള്ളക്കളികൾ പുറത്തു വന്നു. ഇത് കണ്ടതോടെയാണ് ലോ ബോർഡിന്റെ ആക്ഷൻ കമ്മിറ്റി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഭൂമി പോകുന്നതിലല്ല, തട്ടിപ്പ് നടക്കാത്തതാണ് ഇവരുടെ പ്രകോപനം. BJP ഭരിക്കുമ്പോൾ ഇനി ആരും കയ്യേറ്റം നടത്തി സ്വത്ത് സമ്പാദിക്കുമെന്ന് കരുതേണ്ട. ഈ ഭൂമി ജനങ്ങളുടേതാണ്. അത് തിരികെ പിടിക്കുക തന്നെ ചെയ്യും. ഇവരുടെ ഇരട്ടത്താപ്പ് ഇന്ന് ലോകം തിരിച്ചറിയുന്നുമുണ്ട്. ഗാസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ലേഖനം എഴുതുന്ന കോൺഗ്രസ് നേതാക്കളും ലോ ബോർഡ് നേതാക്കളും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് ഒരിക്കലും മിണ്ടാത്തത്? അവിടെ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ അത് അവരുടെ വോട്ട് ബാങ്കിന് ചേർന്നതല്ല. ഈ പ്രീണന രാഷ്ട്രീയം പൊളിച്ചെടുക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. ഈ ആക്ഷൻ കമ്മിറ്റി വെറും ഒരു കമ്മിറ്റി മാത്രമല്ല, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വിദേശ ശക്തികളുടെ ഗൂഢാലോചനയാണ് ഇതിൽ നടക്കുന്നത്. രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്താൻ ഇവർക്ക് ഫണ്ട് എവിടുന്ന് ലഭിക്കുന്നു? ഇവരുടെ നേതാക്കൾ ആരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്? ഇതൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നുമുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നവർ വാസ്തവത്തിൽ ചെയ്യുന്നത് BJPയുടെ വികസനത്തെ ഭയന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഭാരതം ഭയപ്പെടില്ല, നിയമം നടപ്പിലാക്കും. അത് വന്ദേ മാതരമായാലും UCC ആയാലും വഖഫ് ബോർഡ് നിയമമായാലും. പേഴ്സണൽ ലോ ബോർഡിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാലം കഴിഞ്ഞു. ഇനിയുള്ളത് ഭാരതീയരുടെ കാലമാണ്. ഇനിയെങ്കിലും ഇത്തരം സംഘടനകൾ നന്നാകുന്നതാണ് അവർക്ക് നല്ലത്. രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നിലോട്ട് വലിക്കുന്നവരെ ചവിട്ടി മെതിച്ചു തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഭാരതത്തിന്റെ വിജയം ആർക്കും തടയാനുമാകില്ല. നാം ജീവിക്കുന്നത് ചരിത്രപരമായ ഒരു കാലഘട്ടത്തിലാണ്. ഒരു വശത്ത് വികസനത്തിന്റെ അജണ്ടയുമായി നരേന്ദ്രമോദി സർക്കാർ, മറുവശത്ത് വിഭജനത്തിന്റെ അജണ്ടയുമായി ചില മതമൗലികവാദികൾ. ആരാണ് ജയിക്കേണ്ടതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. BJP സർക്കാർ രാജ്യത്തിന്റെ വികസനത്തിന് നൽകുന്ന മുൻഗണന ഒരു കാലത്തും ഒരു സർക്കാരും നൽകിയിട്ടുമില്ല. ഇന്ന് വന്ദേ മാതരത്തെ എതിർക്കുന്നവർ നാളെ ദേശീയഗാനത്തെ എതിർക്കും. മറ്റന്നാൾ നമ്മുടെ ഭരണഘടനയെ തന്നെ തള്ളിക്കളയും. അതിന് അനുവദിക്കരുത്. നമ്മൾ ഭാരതീയരാണ്. ഭാരതമാണ് നമുക്ക് വലുത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഇന്ന് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയെ കണ്ട് അത്ഭുതപ്പെടുന്നു. ഇസ്രായേൽ മുതൽ പാലസ്തീൻ വരെ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നു. അതിനിടയിലാണ് ഇത്തരം ചില അനാവശ്യ വിവാദങ്ങളുമായി ഇവർ ഇറങ്ങുന്നത്. ഇത് ഭാരതത്തിന്റെ പ്രതാപത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള അവരുടെ പാഴ്ശ്രമം മാത്രമാണ്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഏറ്റവും വലിയ തകർച്ച വരുന്നത് സ്ത്രീകളുടെ ശാക്തീകരണത്തിലൂടെയാണ്.
മുത്തലാഖ് നിരോധനം വന്നപ്പോൾ ഇവർ അലറുകയായിരുന്നു. എന്തുകൊണ്ട്? ഇവർക്ക് സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണപ്പെടേണ്ടത്. എന്നാൽ മോദി സർക്കാർ മുസ്ലിം സ്ത്രീകൾക്ക് നൽകിയ പിന്തുണ ചെറുതൊന്നുമല്ല. ഇവർ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഇവർക്ക് അസഹ്യമാണ്. പക്ഷേ കാലം മാറുകയാണ്. അടിച്ചമർത്തപ്പെട്ട പല സ്ത്രീകളും ഇന്ന് BJPക്ക് ഒപ്പമാണ്. കാരണം അവർക്ക് നീതി ലഭിച്ചത് മോദി ഭരണത്തിലുമാണ്. ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ വമ്പൻ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനം തകർക്കാൻ ഇത്തരം അജണ്ടകൾ ഉപയോഗിക്കുന്നത് ഒരു വിരോധാഭാസമാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രതിച്ഛായ തന്നെയാണ് ബാധിക്കുന്നത്. സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവർ ഭാരതത്തിൻ്റെ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകങ്ങളായി മാറുകയാണ്. നിയമപരമായ ചട്ടക്കൂടുകൾക്കകത്ത് നിന്ന് മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം തെരുവിലിറങ്ങി ഭീഷണിപ്പെടുത്തുന്ന രീതി ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് പകരം വർഗീയതയുടെ വിഷവിത്തുകൾ പാകി പൊതുസമാധാനം കെടുത്താൻ ശ്രമിക്കുന്നവരുടെ തനിനിറം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വളർച്ചയുടെയും പുരോഗതിയുടെയും പാതയിൽ ഒപ്പമില്ലാത്തവർക്ക് നാളത്തെ ഇന്ത്യയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന സത്യം ഇക്കൂട്ടർ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏതൊരു ജനാധിപത്യ രാജ്യത്തും പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നടത്തുന്ന ഈ നാടകങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറങ്ങി രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സ്കൂളുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കുന്നതും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതും ഏതെങ്കിലും മതത്തെ ലക്ഷ്യമിട്ടല്ല. ഇന്ത്യ എന്ന വികാരത്തെ എല്ലാ പൗരന്മാരിലും ഒരുപോലെ എത്തിക്കാൻ വേണ്ടിയാണ്. മതപരമായ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും മുകളിൽ നമ്മുടെ ഭരണഘടനയും രാജ്യത്തിൻ്റെ ഐക്യവുമാണ് വലുതെന്ന് മനസ്സിലാക്കാൻ ഇക്കൂട്ടർ ഇനിയും വൈകരുത്. വികസനത്തിന്റെ പാതയിൽ രാജ്യം ബഹിരാകാശ നേട്ടങ്ങളും പ്രതിരോധ കരുത്തും കൈവരിക്കുമ്പോൾ ഇത്തരം അനാവശ്യ വിവാദങ്ങളുമായി ഇറങ്ങുന്നത് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയാൻ തന്നെയാണ്. വികസനം ആഗ്രഹിക്കുന്ന ഭാരതീയർ ഇത്തരം മതമൗലികവാദ നിലപാടുകളെ പാടെ അവഗണിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഭാരതം ഒന്നായി മുന്നേറണമെങ്കിൽ എല്ലാ പൗരന്മാരും ഒരേ നിയമത്തിന് കീഴിൽ ഒരേ ദേശീയതയിൽ അഭിമാനത്തോടെ ജീവിക്കേണ്ടത് അനിവാര്യമാണ്. ഇനിയെങ്കിലും ഇത്തരം സംഘടനകൾ വർഗീയതയുടെ മതിൽക്കെട്ടുകൾ പൊളിച്ച് രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ തയ്യാറാകണം. അല്ലാത്ത പക്ഷം വരാനിരിക്കുന്ന കാലം ഇത്തരം ശക്തികളെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയുമെന്നതിൽ സംശയമില്ല. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവർക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം മറുപടി നൽകും. BJP എന്ന പാർട്ടി എപ്പോഴും ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇത്തരം മതതീവ്രവാദ നീക്കങ്ങൾക്കല്ല. വികസനത്തിന് മാത്രമേ ഇന്ത്യയിൽ സ്ഥാനമുണ്ടാകൂ എന്ന് ഇത്തരം ശക്തികൾ മനസ്സിലാക്കണം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.